ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാനൊന്ന് വ്ളോഗാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മന്തി ഉണ്ടാക്കുമ്പോൾ കോഴി നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതിയും കൂടെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ടാക്കണേ. അതുപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് എഴുതി അറിയിക്കാനൊന്നും മറക്കരുതേ. അങ്ങനെ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അങ്ങനെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. മഴ വരുന്നത് കണ്ടപ്പോൾ വേഗം മുറ്റടിച്ച് പോവാൻ കേട്ടോ. മുറ്റടിക്കൽ കഴിഞ്ഞിട്ട് അകത്ത് കയറിയപ്പോഴേക്കും ചോറിന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ജീരക വെള്ളം ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ട് ജീരക വെള്ളം ഉണ്ടാക്കി വെക്കുക കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ മുക്കി വെച്ചാൽ ഇപ്പോൾ വർഷക്കാലം ആയതുകൊണ്ട് തിളപ്പിച്ചറിയ വെള്ളമാണല്ലോ എല്ലാവരും കുടിക്കണമെന്ന് പറയുക. അപ്പോൾ പിന്നെ ജീരകവെള്ളം ഉണ്ടാക്കി വെച്ചാൽ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ ജീരകവെള്ളം. അപ്പോൾ അതങ്ങനെ കുടിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അടുപ്പിൻ്റെ സൈഡിൽ ഉണക്കിയിട്ടുള്ളത് പൂളയാണ് കേട്ടോ. കുറച്ച് പൂള കിട്ടിയപ്പോഴും ഞാനങ്ങനെ ചെത്തി ഉണക്കിയതായിരുന്നു. പൂളൻ്റെ പുട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഉണക്കിയതാണ് കേട്ടോ. പൂളപ്പുട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പൂളപ്പൊടി വെച്ചിട്ട് വേറെയും കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഉണക്കിയെടുത്തതാണ്. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് അരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇന്ന് വെറും ചോറ് കുറച്ച് ഉണ്ടാക്കിയെടുക്കണുള്ളൂ. പിന്നെ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് സാധാ ചോറ് കുറച്ച് മതിയല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അരിയിടയിൽ കഴിഞ്ഞതിന് ശേഷം ബെഡ്റൂമിൽ വന്നിക്കാണ് കേട്ടോ. റൂമിൽ പുതപ്പും തലയണൊക്കെ അങ്ങനെ പരത്തുന്ന കിടക്കുകയാണ്. മക്കളിപ്പോൾ എണീറ്റിട്ടുള്ളൂ. അപ്പോൾ അവർ എണീറ്റതിന് ശേഷം ഇതൊക്കെ മടക്കി വെക്കാറുള്ളത്. ഇതിപ്പോൾ മടക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ ഇതാകെ പരന്ന് കിടക്കുന്നതാവും കാണുക. അപ്പോൾ ഇതാദ്യം തന്നെ മടക്കി വെച്ചങ്ങാണ്ട് പോവും. പിന്നെ അടിച്ചുവാരൽ കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല കേട്ടോ. രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ എല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് പോയി കിടക്കാറ്. അപ്പോൾ രാവിലെ വല്ലാണ്ട് കച്ചറ ഉണ്ടാവില്ല. പിന്നെ മക്കളൊക്കെ എണീറ്റതിന് ശേഷമാണ് പിന്നെ കളിക്കലൊക്കെ തുടങ്ങുമ്പോഴാണ് കേട്ടോ കച്ചറ പരക്കുക. അങ്ങനെ പുതപ്പും ബെഡ്ഷീറ്റുകളൊക്കെ മടക്കി വെച്ചതിന് ശേഷം ചായ കുടിക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പോൾ ഞാനും കുട്ടികളും കൂടെ ചായ കുടിക്കുകയാണ് കേട്ടോ. ഇന്ന് ഓട്ടടയാണ് കടി. പിന്നെ കറിയായിട്ടൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റിയിട്ട് അതിലൊരു മുട്ട ചിക്കി എടുത്തതാണ്. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഓട്ടട കഴിക്കണത്. അത് മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് പറ്റൂലേന്ന് ആവശ്യമിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്ത് അടിച്ച് വരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സോഫയിൽ കവറൊക്കെ ആകെ പരത്തിയിട്ട് കേട്ടോ. കളിയിൽ ഹരം കൂടിയാൽ പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ. എല്ലാതും പരത്തി വെക്കും. അപ്പോൾ അവരെ കളിയൊക്കെ ഒരു വിധമായതിന് ശേഷമാണ് പിന്നെ അടിച്ചു വരാനും തുടക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയുള്ളൂ. എഴുതാൻ വേണ്ടിയിട്ട് നോട്ട് ബുക്കൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ പിച്ച് മുറിച്ചിട്ട് ആകെ എന്താ പറയുക, ആകെ ചുരുട്ടി കൂട്ടിയിട്ട് എറിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ആണെങ്കിൽ ഫാൻ ഇടുമ്പോൾ സോഫൻ്റെ ചോട്ടിക്ക് പാറിപ്പോവുകയും ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങനെ എടുക്കുകയാണ്. എന്നും സോഫയൊക്കെ നീക്കിയിട്ട് അടിച്ചു വരണം കേട്ടോ, അല്ലെങ്കിൽ ആകെ പണിയാവും. എന്നും ഉണ്ടാവും സോഫൻ്റെ അടിയിൽ കച്ചറ. ഇതിപ്പോൾ കുട്ടികളുണ്ടായതുകൊണ്ടാണ് കേട്ടോ. കുട്ടികളൊന്നും ഇല്ലാത്ത വീട്ടിൽ ഒരു കച്ചറയും ഉണ്ടാവില്ല. പിന്നെ ഈ സോഫമേലിട്ട കവറൊന്നും പിന്നെ ഒരു അരമണിക്കൂർ നേരം അയിമ വൃത്തിയിൽ കിടക്കൂല കേട്ടോ. അതൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവും. അതുമ്മേൽ ഇരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് അതൊക്കെ വലിച്ചിട്ടിട്ടാണ് ഇരിക്കൽ. അത് ഇടയ്ക്കിടയ്ക്ക് നേരാക്കാൻ തന്നെ ടൈം ഉണ്ടാവുള്ളൂ. അങ്ങനെ അടിച്ചു വരൽ അടുക്കളയൊക്കെ എത്തിയപ്പോൾ അടുക്കളയിൽ റാക്കൊക്കെ തുടച്ചെടുത്തതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ് കേട്ടോ. പാത്രങ്ങൾ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നില്ല. ചായ കുടി കഴിഞ്ഞ പടിയാൻ വേറെ ഓരോ പണിക്ക് നിന്നതിന് ശേഷം പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നേരം കഴുകി കേട്ടോ. പിന്നെ അടുക്കളയിലേക്ക് അടിച്ചു വരി വന്നപ്പോൾ റാക്കൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ പാത്രം കഴുകിയെടുക്കുന്നത്. പിന്നെ മക്കൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ഒഴുകും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എണീറ്റ് വന്നാൽ ഓരോന്നിനായിട്ട് ഇങ്ങനെ വാശി പിടിച്ചിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ചായ അടിക്കാൻ നിൽക്കുകയുള്ളൂ. അങ്ങനെ മന്തി ഉണ്ടാക്കുകയാണ്. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് ആദ്യം തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. അതിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കുകയാണ്. മന്തി മസാലയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കണുണ്ട്. ഈ ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം. ഞാനപ്പോൾ ഇടാൻ വിട്ടുപോയി കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. അങ്ങനെ ഞാൻ മിക്സാക്കി കൊടുത്തതിന് ശേഷം കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അങ്ങനെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തി ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ മന്തി മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് വെള്ളം ഒന്നും ചേർക്കാണ്ട്, ഇതൊക്കെ നല്ല വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിട്ടുള്ള ചിക്കനാട്ടോ. അങ്ങനെ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് 2 വിസിലടുപ്പിച്ചെടുത്താൽ മതി. കുറേ നേരം വേവിക്കൊന്നും വേണ്ട. വെറും 2 വിസിലടുപ്പിച്ചാൽ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിങ്ങനെ കുക്കറിലൊന്നല്ലാണ്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. പിന്നെ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടില്ല. പിന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയിൽ മുക്കി വെക്കും. വിനാഗിരിയിൽ അങ്ങനെ മുക്കി വെക്കണമെങ്കിൽ ഒരുപാട് വിനാഗിരിയുടെ ആവശ്യമുണ്ട് കേട്ടോ.
അപ്പോൾ അത്രയ്ക്കൊന്നും ചിലവില്ലാണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മന്തിക്കുള്ള ചിക്കൻ നല്ല സോഫ്റ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഉണ്ടത്. ഒരുപാട് നേരമൊന്നും വേവിച്ചെടുക്കണ്ട, വെറും 2 വിസിലടുപ്പിച്ചതിൽ കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ ചിക്കൻ ഇതൊന്നും വേറിട്ട് പോകാനും പാടില്ലല്ലോ, വലിയ പീസായിട്ട് തന്നെ കിട്ടും വേണം. ഇതിപ്പോൾ നല്ലോണം വലിയ പീസൊന്നുമല്ല കേട്ടോ, എന്നാൽ ബിരിയാണിയുടെ പീസിനെക്കാട്ടിലും കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിതാ കുക്കറൊക്കെ ഒന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാൻ നിൽക്കണേ. കുറഞ്ഞ സമയത്തിൽ പെട്ടെന്ന് തന്നെ മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ, അങ്ങനെ കുക്കറിൽ ചിക്കൻ ആദ്യം വേവിച്ചെടുക്കുകയാണെങ്കിൽ. ഒരുപാട് ടൈമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ 2 വിസിലടിച്ചപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് കുക്കർ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ചിക്കനിൽ നിന്നുള്ള വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളം കളയണ്ട, ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഈ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ചിക്കനൊന്നും ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായിലായിട്ട് ഞാനിതാ മല്ലിയിലും പുതിനയിലും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ചിക്കൻ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിലുള്ള വെള്ളത്തോട് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക്, പട്ട, ഏലക്കായ, ഗ്രാമ്പൂ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 2 മാഗി ക്യൂബും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മാഗി ക്യൂബ് ഉപ്പുള്ള മാഗി ക്യൂബ് ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മാഗി ക്യൂബിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും, അപ്പോൾ ചിക്കന് വേഗം ഉപ്പ് കൂടിപ്പോകും കേട്ടോ. ഈ ടൈമിൽ ഉണക്ക നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണക്ക നാരങ്ങ ഇല്ല, അതുകൊണ്ട് ഞാനതൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. പിന്നെ ക്യാപ്സിക്കം കൂടുതൽ വേണ്ടവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാനിതാ കുറച്ച് റെഡ് കളറൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മന്തിയിലുള്ള ചിക്കന് ചുവപ്പ് കളറിൽ ഇങ്ങനെ ഫ്രൈ ആയിട്ട് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ കാണാൻ. അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. പിന്നെ ഞാനിതാ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഓയിലും അങ്ങനെ കിടന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാനിത് വറ്റിച്ചെടുക്കണത്. അങ്ങനെ വെള്ളം വറ്റിച്ചിട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ ഒഴിച്ച് കൊടുത്ത ഓയിലും ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഓയിലൊക്കെ ഉണ്ടാവും, അതിലിങ്ങനെ കിടന്ന് ഫ്രൈ ആയി കിട്ടും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ മന്തിക്കുള്ള റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സാധാ ചോറൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഊറ്റിയെടുത്തിട്ട് ആ ഒരു കുടുക്കയിൽ തന്നെയാണ് ഞാൻ മന്തി റൈസും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഊറ്റിയിട്ട് ഞാനൊരു ഉരുളിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഉരുളിയിലാണ് ഞാൻ മന്തി ദമ്മിട്ട് കൊടുക്കുന്നത്, അപ്പോൾ അതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചിക്കന് മുകളിൽ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ റൈസാണ് കേട്ടോ അടിയിലിട്ട് കൊടുക്കുന്നത്. മന്തി റൈസ് വേവിച്ചെടുക്കുന്ന ടൈമിൽ വേവ് കൂടി പോകരുത് കേട്ടോ. കൂടി പോയാൽ ചിലപ്പോൾ ആകെ ഉടഞ്ഞു പോകും, നമ്മൾ എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉടഞ്ഞു പോകും. എന്നാൽ വേവ് കുറഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അരി ഒരു ബലത്തിലായിരിക്കും, നമ്മൾ ചോറ് നല്ല ബലമാവും കേട്ടോ, ഒരു സോഫ്റ്റ് ഉണ്ടാവില്ല ചോറിന്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഊറ്റിയെടുക്കുക. അതുപോലെ ഇത് വേവിച്ചെടുക്കുന്ന ടൈമിൽ ഇതിൽ കുറച്ച് ഓയിൽ, ഉപ്പ്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് അതൊക്കെ ഈ വെള്ളത്തിലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുറച്ച് ചോറ് ഊറ്റിയിട്ട് കൊടുത്തതിന് ശേഷം ഞാനതൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മന്തി മസാലയും സൺഫ്ലവർ ഓയിലും കൂടെ ഉണ്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതിന് പകരം നമ്മൾ ചിക്കന് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം നമ്മൾ വേറെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താലും മതി. അതിന് ചിക്കൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഓയിൽ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ വെള്ളവും ഓയിലൊക്കെ ലാസ്റ്റ് വരുന്ന ഓയിൽ അതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ അധികം ഓയിലൊന്നും ചിക്കൻ പൊരിച്ച് കൊടുക്കണതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാ വേവിക്കാത്ത സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് റൈസൊക്കെ ഊറ്റിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് റെഡ് കളറൊന്ന് കലക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ റൈസിന് ഇടയ്ക്ക് ഓരോ ചുവപ്പും മഞ്ഞൊക്കെ ആയിട്ട് കളറുള്ള റൈസ് കിട്ടുമ്പോൾ വേറെ രസമല്ലേ. ഇനി ഇതിന് സെൻട്രലായിട്ട് ഞാനൊരു കുഴി ഉണ്ടാക്കി വെക്കണം കേട്ടോ, പുക ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പാത്രം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാകത്തിനുള്ളൊരു കുഴി ഉണ്ടാക്കി വെക്കണുണ്ട്. അതിന് മുന്നേ ചിക്കനൊക്കെ ഒന്ന് ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ചിക്കനുമൊക്കെ ആ പുകയുടെ സ്മെല്ല് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ പച്ചമുളകൊക്കെ കുത്തി വെക്കലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതൊക്കെ വിട്ടുപോയി, പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ മറന്നു പോയിട്ടോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ പുകട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ പച്ചമുളക് കുത്തി കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ മൂടി തുറന്നാൽ പുക പോവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ മൂടി തുറക്കാനും പോയില്ല. ഇനിയിപ്പോൾ പച്ചമുളകിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതിയിട്ടോ. പിന്നെ അല്ലെങ്കിലും പച്ചമുളക് വെച്ച് കൊടുത്താൽ ആ ഒരു ചെറിയൊരു സ്മെല്ല് തന്നെ ഉള്ളിട്ട് കിട്ടുക. അതൊക്കെ വെറൊരു അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ വെച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനെന്താ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലുണ്ടായിരുന്ന ക്യാപ്സിക്കും മല്ലിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുകടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിരട്ടയുടെ കണലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ റൈസ് വേവിച്ചെടുക്കുന്ന ടൈമിൽ നല്ലോണം ചിരട്ടിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിരട്ടയുടെ കണൽ നല്ലോണം ഉണ്ട് കേട്ടോ അടുപ്പിൽ. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. ചാർക്കോളൊന്നല്ല കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെ അടച്ച് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പുകയൊക്കെ സൈഡിൽ കൂടെ അങ്ങനെ പോവും. അപ്പോൾ ഇതാ ഞാൻ ചെറിയ ഇടിക്കല്ലുണ്ടല്ലോ അതാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അങ്ങനെ കണലുള്ള അടുപ്പത്ത് 2 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും വെച്ച് കൊടുക്കണില്ല കേട്ടോ. അടിയിൽ റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ അതൊക്കെ ദമ്മിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ആ തക്കാളി വെള്ളമൊക്കെ ഉണ്ടല്ലോ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ മുട്ടയുടെ മഞ്ഞൊന്നും കളഞ്ഞിട്ടില്ല. അതാണ് ചെറിയൊരു മഞ്ഞ കളർ കേട്ടോ. വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ വീട്ടിലുള്ളവർക്ക് മാത്രമല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അതൊന്നും കളയാൻ പോയിട്ടില്ല. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സാദാ ചോറിലേക്ക് ഇന്ന് കറിയൊന്നും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് ചീരത്താളിപ്പ് ഉണ്ടാക്കുകയാണ്. ഇതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയത്തെ ഉച്ച വരെയുള്ള പണികൾ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഒരു വൈകിട്ട് 4 മണി 5 മണിയൊക്കെ ആയാൽ വീണ്ടും അടുക്കളയിലേക്ക് കയറി ആകെ പണികളാവട്ടോ. വീണ്ടും രാത്രിക്കത്തെ ഫുഡ് ഉണ്ടാക്കലും വൈകിട്ടുള്ള ചായയും കടി ഉണ്ടാക്കലും പിന്നെ ഉറങ്ങുന്നവരെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ട് അടുക്കളയിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ സാദാ ചോറിക്ക് ചീര താളിപ്പന്നെ ഉണ്ടാക്കിയിട്ടോ കേട്ടോ. പിന്നെ മന്തിയിൽ നിന്ന് ചിക്കൻ എടുത്ത് കഴിക്കാൻ കരുതിയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞു. അടുക്കള വൃത്തിയാക്കിയതിന് ശേഷമായിട്ട് പിന്നെ തുടക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അടുക്കളത്തെ ഫുള്ള് പണികളും കഴിഞ്ഞിട്ട് തുടക്കാൻ നിന്നാൽ നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. തുട കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം വൃത്തിയായിട്ട് ഇങ്ങനെ കിടക്കണത് മാതിരി തോന്നിക്കും. അങ്ങനെ കാണുമ്പോഴേ സമാധാനം കേട്ടോ. നമ്മൾ പകുതി തുടച്ച് വെച്ചിട്ട് പിന്നെ അടുക്കളത്തെ പണികളൊക്കെ കഴിയുമ്പോഴേക്ക് അടുക്കളത്തെ കച്ചറയൊക്കെ വീണ്ടും ഇങ്ങോട്ടൊക്കെ കുട്ടികൾ ചവിട്ടി അങ്ങനെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും എന്തോ പോലെ കേട്ടോ, തുടക്കാത്ത പോലെ തോന്നിക്കും നമുക്ക്. അപ്പോൾ ഫുള്ള് പണികളും കഴിഞ്ഞിട്ട് ഫുള്ളായിട്ടായിട്ട് തുടച്ചെടുത്താൽ നല്ല ക്ലീനായിട്ട് കിടക്കുമല്ലോ. അങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനം കേട്ടോ മനസ്സിന്. തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മക്കൾക്ക് ചോറ് കൊടുക്കാമെന്ന് കരുതിയിട്ട് മന്തിയുടെ ദമ്മൊന്ന് പൊട്ടിച്ചിട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ ഇളക്കി വന്നതിന് ശേഷം മക്കൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കുക, അമ്മാൻ്റെ കുളിയും കൂടെ കഴിഞ്ഞിട്ടിരിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും കുളിയും കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കൾക്കുള്ള ചിക്കൻ്റെ കാലിൻ്റെ പീസ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉടഞ്ഞു പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്കൊക്കെ തന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.